ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇവിടെയാണെങ്കിൽ പാത്തൂസിന് പനിയായിട്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകാൻ തുടങ്ങി കരഞ്ഞ് പനിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ടെമ്പറേച്ചറും കഫും കോൾഡും ഒക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നല്ല പോലെ കുറഞ്ഞിട്ട് സ്കൂളിൽ വിട്ടാൽ മതിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പാത്തൂസിന് ഇന്ന് സ്കൂളിലേക്ക് പോകണ്ട, പക്ഷേ ദിനുവിന് ഓഫീസിൽ പോകണം. എന്നാലും ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത്. ദിനു ആണെങ്കിൽ 6 മണിയായപ്പോഴത്തേക്കും ജിമ്മിൽ പോയി. ദിനു പോയതിന് ശേഷം ഞാൻ എണീറ്റത്. അപ്പം രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ലെമൺ റൈസും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ലെമൺ റൈസിന് വേണ്ട അരി ഞാൻ സോനാ മസൂരിയാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ. അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ട് സവോളയും അതുപോലെ തന്നെ ലെമൺ റൈസിന് വേണ്ടിയിട്ടുള്ള സവോളയും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പി ഒരുപാട് നാളുകൾക്ക് മുന്നേ ഷെയർ ചെയ്തതാണ്. അതുപോലെ തക്കാളി ചമ്മന്തി ആണെങ്കിലും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒന്നുകൂടെ ഞാൻ ഈ വ്ളോഗിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, കാരണം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ലെമൺ റൈസ് ആണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, കാരണം കേടാകാതിരിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് 4-5 എണ്ണം നെടുക്കി കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് എടുക്കുക. ചിലർക്ക് എരിവ് കുറവ് മതിയായിരിക്കും, ചിലർക്ക് എരിവ് കൂടുതൽ വേണമായിരിക്കും. അതിനുശേഷം 2 വലിയ സവോള അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവോള എങ്ങനെ അരിഞ്ഞാലും പ്രശ്നമില്ല, കാരണം നമ്മളിത് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തിരി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ദോശയാണ്. അപ്പം ഞാൻ മാവ് ഒന്നിച്ചരച്ചിട്ട് പുളിച്ചതിന് ശേഷം കുറച്ച് മാവ് എടുത്ത് ഉപ്പ് പോലും ഇടാതെടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ദോശമാവ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ തിക്കായിട്ട് അരയ്ക്കുക. അതേസമയം നമ്മൾ ദോശയിലേക്ക് ആക്കുമ്പോൾ ബട്ടർ ഇത്രയൊന്ന് ലൂസാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്ത് പോകരുത്, ഒരു 1/4 ഭാഗത്തോളം വേവാൻ പാടുള്ളൂ. അപ്പോൾ വെന്തതിന് ശേഷം ഞാനതൊന്ന് ഊറ്റി വയ്ക്കുന്നുണ്ട്. അതിലെ വെള്ളമൊക്കെ വരിഞ്ഞ് അതൊന്ന് തണുത്ത് വരണം. ഈ സമയം കൊണ്ട് തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി ഇതിലേക്ക് നല്ല പോലെ പഴുത്ത തക്കാളി നോക്കി 2 ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലപോലെ വഴണ്ട് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ തലേന്ന് ഉണ്ടാക്കിയ സാമ്പാറാട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ പെട്ടെന്ന് വളിച്ചു പോകുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം അതേപടി എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കും. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് തവിയൊക്കെ ഇട്ട് ഇളക്കിയാലാണ് അത് കേടാവുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച സാമ്പാർ ഞാൻ രാവിലെ എടുത്താണ്. അതൊന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ചൂടാക്കാം. ഇനിയിപ്പോൾ നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഈ ഒരു ചട്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ ചട്ടി ഒന്ന് മയക്കി എടുക്കുന്നത് ഞാൻ ഒരു വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചട്ടിക്കകത്ത് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഇപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിയില നിർബന്ധമാണ് കേട്ടോ ഈ തക്കാളി ചമ്മന്തിക്ക്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് പീനട്ടും കാഷ്യൂനട്ടും ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പീനട്ട് ലെമൺ റൈസിൽ ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയാകും. ഇനിയിപ്പം ലെമൺ റൈസിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ 1 സവോളയുടെ പകുതിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇത് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇത്തിരി കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടി നിർബന്ധമില്ല, പക്ഷേ ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതും കൂടെ ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അരി വേവിക്കുമ്പം ഒരു 1/4 ഭാഗം വേവിച്ചാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ചോറ് വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, സവാള വഴറ്റുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നാരങ്ങാനീര് ഇതിലേക്ക് ചേർക്കാൻ പോവാണേ. അപ്പം നമുക്ക് എന്തുമാത്രം പുളി വേണം എന്നനുസരിച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇവിടെ ഞങ്ങൾക്ക് ലെമൺ റൈസിന് ഇത്തിരി പുളി മുന്നോട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ നാരങ്ങയുടെ പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലെമൺ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുടണം. അപ്പോൾ ദോശ ചുടാനായിട്ട് കല്ല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ദോശമാവ് റെഡിയായിരിക്കുന്നത് ഒഴിച്ചു കൊടുത്ത് ദോശ ചുടാം. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നല്ലൊരു അമ്മയാവണമെങ്കിൽ നൊന്ത് പ്രസവിക്കണം. ഈ ഒരു ചൊല്ല് പണ്ട് തൊട്ട് നമ്മളിൽ പലരും കേട്ടുവരുന്നതാണ്. ഒരു സ്ത്രീ അമ്മയായാൽ ആദ്യത്തെ ചോദ്യം സുഖപ്രസവമായിരുന്നോ എന്നാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ് ഈ സുഖപ്രസവം എന്ന വാക്കുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ സുഖകരമായി വേദനകളില്ലാതെ പ്രസവിച്ചു എന്നാണോ? വേദനകൾ അനുഭവിക്കാതെ അമ്മയാവാൻ സാധിക്കുമോ? ഇപ്പോൾ പിന്നെ എപ്പിഡ്യൂറലൊക്കെ എടുക്കുന്നവരുണ്ട്. എന്നാൽ പോലും അവരും വേദന അസഹനീയമാകുന്ന സിറ്റുവേഷനിലാണ് എപ്പിഡ്യൂറൽ എടുക്കാറ്. എൻ്റേതൊരു നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഡെലിവറി സ്റ്റോറി ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതേപോലെ ഓരോ അമ്മമാരും ഓരോരുത്തർക്കും വേദന പല വിധത്തിലാണെന്ന് മാത്രം. പിന്നെ സിസേറിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പുച്ഛത്തോടെ സംസാരിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. വേദന അറിയാതെ പ്രസവിച്ചതെന്നാണ് ഇവർ പൊതുവേ പറയുന്നത് തന്നെ. ഈ പ്രസവ വേദന അനുഭവിക്കുന്നവർക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വേദന മാറിയേക്കാം. സ്റ്റിച്ച് കരിയുന്നത് വരെ ഉണ്ടാകുന്ന വേദനയായിരിക്കും ചിലർക്കുള്ളത്. എന്നാൽ സിസേറിയനിൽ കൂടി കടന്നു പോകുന്നവർക്ക് അതിന് ശേഷമാണ് വേദനകൾ തുടങ്ങുന്നത് തന്നെ. ആഴ്ചകളോളം ബുദ്ധിമുട്ടേണ്ടി വരും. ചിലർക്ക് മാസങ്ങളോളം. അതിൻ്റെ കൂട്ടത്തിൽ നടുവിന് വേദനയുണ്ടാവും. തനിയൊന്ന് എണീക്കാനോ കിടക്കാനോ ഇരിക്കാനോ നടക്കാനോ പറ്റാത്ത ഒരവസ്ഥ. വേണ്ട, ഒന്ന് ചുമയ്ക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് വേദനയാണ്. പുറമേയുള്ള സ്റ്റിച്ച് കരിഞ്ഞാലും ഉള്ളു കരിയാൻ വീണ്ടും സമയമെടുക്കും. ഇതുപോലെ തന്നെയാണ് അബോർഷൻ ആകുന്നവരും അനുഭവിക്കുന്ന വേദനയും പ്രസവ വേദനയ്ക്ക് തുല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും മറ്റുള്ളവരെ പുച്ഛിച്ച് സംസാരിക്കുന്നവർ മനസ്സിലാക്കണം, ഏത് വേദനയാണെങ്കിലും അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. എങ്ങനെയായാലും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഇല്ലാതാവില്ല, അത് ഏത് രീതിയിലൂടെയാണെങ്കിലും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ലെമൺ റൈസിനാണെങ്കിലും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ടേബിളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇതിനൊന്ന് ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പം ലെമൺ റൈസും തക്കാളി ചമ്മന്തിയും മിക്സ്ചറുമാണ് കേട്ടോ ഇന്ന് കൊടുത്തു വിടുന്നത്. അപ്പം ലെമൺ റൈസ് ഉള്ള ദിവസങ്ങളിൽ മിക്സ്ചറും കൊണ്ടുപോകാറുണ്ട്. ലെമൺ റൈസിൻ്റെ കൂടെ മിക്സ്ചർ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അതും നമ്മൾ പയ്യോളി മിക്സ്ചർ ഉണ്ടല്ലോ, അതാണ് വാങ്ങിക്കാറ്. അപ്പോൾ അത് കൊടുത്തു വിടുമ്പോൾ അതും കൂട്ടി ലെമൺ റൈസ് കഴിച്ചോളും. അപ്പം മിക്സ്ചർ കൂടുതൽ വെക്കുന്നുണ്ട്, കാരണം ഓഫീസിൽ എല്ലാവരും കൂടി ഇരുന്നൊക്കെ കഴിക്കുമ്പം മിക്സ്ചറൊക്കെ കാണുമ്പോൾ എല്ലാവരും എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സ്ചർ കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തു ഇതുവരെ എണീറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ പാത്തു എണീറ്റ് വരുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അമ്മയെന്നൊക്കെ വിളിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിനു ഓഫീസിൽ പോകാൻ റെഡിയായി വന്നിരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. പാത്തു എഴുന്നേറ്റ് വന്നു. അപ്പോൾ പാത്തുവിനാണെങ്കിലും വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. രാവിലെ എണീറ്റ് വരുമ്പോഴേ അമ്മ വിശക്കുന്നു എന്ന് പറയും. അപ്പോൾ ദിനു കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാത്തൂസിന് സ്കൂളിൽ പോകണ്ടല്ലോ എന്നോർത്ത് വലിയ സന്തോഷമാണ്. അപ്പോൾ ആദ്യമൊക്കെ പോകാൻ ഇഷ്ടമായിരുന്നെങ്കിലും അവസാനം ഇപ്പം കഴിഞ്ഞ ആഴ്ച 2-3 ദിവസമായപ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര മടിയായി, ഭയങ്കര സങ്കടമായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ, പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കരയുന്നത്. അപ്പോൾ ദിനു പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പാത്തു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നെ പറ്റി സ്കൂളില്ലേ? സ്കൂളിൽ പോകാത്ത എന്താ? ബേബിയെ കൊണ്ടുവിടാവോ? പാത്തുവിന് പഠിക്കണ്ടേ? പഠിക്കാൻ ഇഷ്ടമല്ല?
അങ്ങനെ പാത്തുനെയും കൊണ്ടുപോയി പല്ല് തേപ്പിച്ചു. അതുപോലെ തന്നെ ദോശയൊക്കെ ചുട്ട് അവളെയും കൊണ്ടിരുന്ന് അവൾക്ക് കാപ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ കഴിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ദോശയാണെങ്കിൽ വലിയ മടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ദോശ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവൾക്ക് കൊടുത്തതിന് ശേഷം ഞാനും കഴിച്ചു. ഞാനും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് കയറിയത്. അപ്പം അതുവരെ ആയ പാത്രങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പാത്രവും ഞാൻ കഴുകാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ക്ലീനിങ്ങും പരിപാടികളിലൊക്കെ പോകാനായിട്ട്. അങ്ങനെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് പാത്തൂസിനുള്ള മരുന്ന് കൊടുക്കുകയാണ്. അപ്പം 3-4 കൂട്ടം മരുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ട്. അപ്പം മരുന്നിനൊക്കെ ഓരോ ഫ്ലേവറാണെന്നും പറഞ്ഞൊക്കെ കുടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നേസൽ ഡ്രോപ്സും ഉണ്ട് കേട്ടോ. അപ്പം നേസൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറയാനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ വന്ന് നിന്ന് തരും. അതിനുശേഷം ബാക്കി ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.